അമ്മച്ചി അങ്ങനത്തെ റൂട്ടിലുള്ള പരിപാടി. ഓഫ് റോഡ് കുഴപ്പമില്ല, ഫ്ലാറ്റ് ട്രാക്ക് ഓഹോ, പക്ഷെ നല്ല ഷോർട്ട് കിട്ടി വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഗോവൻ ഡയറീസ് കഴിഞ്ഞു. അപ്പോൾ 2 ദിവസം ഉണ്ടായുള്ളെങ്കിൽ പോലും ട്രിപ്പ് മൊത്തം നമ്മളൊരു 6 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ട്രിപ്പാണല്ലോ. എന്തായാലും ഇപ്പോൾ നമ്മൾ തിരിച്ച് ഗോവയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ അതിൻ്റെ ട്രക്കൊക്കെ നല്ല ചളി പുരണ്ട് ഗോവയിലെ പൊടി ഓർമ്മിക്കായി എടുത്തു വെച്ചിട്ട്, എടാ ഇതിന്റെ മേലെ ക്ലിയർ കോട്ട് അടിക്കോ? അതല്ല, പൊടിന്റെ മേലെ കൂടെ ഓർമ്മിക്കായി. എന്തായാലും നമ്മുടെ ബൈക്കും വലിയ വൃത്തിയൊന്നുമില്ല, എല്ലാം പൊടി പിടിച്ച് കിടക്കുവാണ്. ബട്ട് യു സ്റ്റാർട്ടിങ് നൗ. ഇന്ന് ബാംഗ്ലൂർ എത്തി, മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകുന്നു. വരുന്ന പോലെ നമ്മൾ ആക്കില്ല, 34 മണിക്കൂർ ഓൺ ദ റോഡ് നടക്കൂല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മള് ധാർവാഡ് എത്തി. ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് കുറച്ച് സീനൊക്കെ ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് 2-3 പ്രാവശ്യം ഓടണി വന്നു. എന്തൊക്കെയായാലും നമ്മളിപ്പോൾ ധാർവാഡ് എത്തി. വീണ്ടും ഷെഡ്യൂളിന്റെ ബാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പോകുമ്പോൾ നമ്മുടെ ഒപ്പം 790 ആയിരുന്നു. ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ ഒപ്പം ഒരു 10R ഉണ്ട്, ഏറ്റവും പുത്തൻ 10R, അടിപൊളി ഉണ്ട് കേട്ടോ. 500X ഇപ്പോഴും ഗോയിങ് സ്ട്രോങ് ആണ്. സസ്പെൻഷൻ പോയി, ചെയിൻ സ്പ്രോക്കറ്റ് പോയി, എന്നാലും ആള് ഓടുന്ന കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. 23-24 മൈലേജും തരുന്നുണ്ട്. അടിപൊളി വണ്ടി. അപ്പോൾ നമ്മളിനി ബാംഗ്ലൂർ എത്തുമ്പോൾ രാത്രി വീണ്ടും 1 മണി 2 മണി ആ ലെവലിലേക്ക് ആവുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഇനി ഞാൻ റൈഡർ ചേഞ്ചാണ്. നമ്മുടെ രാജാവ് വണ്ടി ഓടിക്കുന്നുണ്ട്, ഞാൻ ഇനി 60 കയറും. See you guys. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഗോവ പയ്യനെ ക്യാമറ പയ്യനെ വെച്ചിട്ട് നേര് ട്രിപ്പ് പോയെന്ന് പറഞ്ഞേക്കാം. ചുമ്മാ അവനെ അപ്പോൾ നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഇന്ന് രാവിലെ 5 മണിക്ക് എത്തി. അപ്പോൾ ബാക്കി നമുക്ക് വൈകുന്നതാണ്.